ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എയർപോർട്ട്, അതായത് ഡബ്ലിൻ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ടെമ്പററി അക്കോമഡേഷൻ വരെ വരുന്ന യാത്രയും പിന്നെ എന്താ പറയുക ഞങ്ങളുടെ ടെമ്പററി അപ്പാർട്ട്മെന്റും കാണിച്ചു തരാം. ഈ ഇൻട്രോ എടുക്കുന്ന ആക്ച്വലി വീഡിയോ എടുത്തതിന് ശേഷമാണ്. കാരണം ഇൻട്രോ എടുക്കാൻ വിട്ടു. ആ സമയത്ത് എയർപോർട്ടിൽ കുറച്ച് തിരക്കും ബാഗേജ് കളക്ഷനും അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരും. നമ്മൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ലഗേജ് തള്ളി പോകുന്ന വിശാഖനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നു ടെർമിനൽ. വലിയ എയർപോർട്ടാണ് കേട്ടോ, ഫുള്ള് കിടില എയർപോർട്ട്. നല്ല തണുപ്പാണ്. ഇതാണ് നമ്മുടെ ഡേവിഡ്, നമ്മളെ ട്രാവലിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഡ്രൈവർ ബ്രോ ആണ്, പക്ഷെ കണ്ട ഒരു ലുക്കില്ല ഡ്രൈവറിന്. ഡ്രൈവർ ബ്രോ ഫ്രണ്ടിൽ പോവാണ്. പുള്ളി മറ്റേ ടാബ്ലെറ്റിന്റെ പേരൊക്കെ വണ്ടി തള്ളി പോകുന്ന എക്സൈറ്റഡ് ആയ വിശാഖിനെയാണ് നമ്മൾ കാണുന്നത്. ഈസ് റണ്ണിങ്. നമ്മുടെ ഡ്രൈവർ ബ്രോ ഓടിത്തള്ളുകയാണ്. ഇത് കിടലും പാർക്കിംഗ് ആണ് കേട്ടോ, ഇതിൻ്റെ അടിയിലൊക്കെ പാർക്കിംഗ് ആണ്. യെസ്, എമ്മോട്ടിയുടെ പാർക്കിംഗ് പോലെ ഉണ്ട്. നമ്മുടെ ലഗേജ് വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് ബ്രോ പറഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം. ലഗേജ് എല്ലാം കാറി കയറ്റിയിട്ട് ഞങ്ങളുടെ ടെമ്പററി അക്കോമഡേഷനിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ടെമ്പററി അക്കോമഡേഷൻ സെറ്റ് ആയിട്ടുണ്ട്. അത് ഡബ്ലിൻ 2-ലാണുള്ളത്. ഏതാണ്ട് സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയും സൂപ്പർ മാർക്കറ്റും ഷോപ്പിങ്ങും സിം കാർഡ് എടുക്കുന്നതിനെ പറ്റിയും ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്ന ഫോളാണ്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇപ്പോൾ ഇനി വിൻ്ററിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് വിൻ്ററിൻ്റെ ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ബ്രോ ഞങ്ങളെവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അധികം വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന ബ്രോ ഫുൾ ടൈം നമ്മുടെ സിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. അതെ, ഞങ്ങൾക്ക് സിം എടുക്കുന്നതിനെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സിം എടുക്കുന്ന ഗ്രോസറി സ്റ്റോർ, പിന്നെ ഭയങ്കര ചീപ്പ് സ്റ്റോർ, അങ്ങനെയൊക്കെ പറഞ്ഞു. ട്രാമിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഈ റിവറിന്റെ പേര് പുള്ളി പറഞ്ഞു തന്നായിരുന്നു, ഞാൻ മറന്നു. ഇതാണ് മെയിൻ റിവർ എന്ന് പറഞ്ഞു. ഇതിനകത്താണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. എന്തായാലും കയറി കാണിച്ചു തരാം. ഇവിടെ അടിപൊളി ഒരു റിവർ വ്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് സെയിൽസ് ഫോഴ്സ് കാണാം. പിന്നെന്താ അവിടെ PWC കാണാം. അതാണ് സസ്പെൻഡഡ് ബ്രിഡ്ജ് ആണെന്നൊക്കെ പറഞ്ഞു. അതെ, ആ സൈഡിലോട്ട് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അടിപൊളി വ്യൂ. എന്തായാലും ഞങ്ങളുടെ അപ്പാർട്ട്മെന്റും കൂടെ, ഞങ്ങൾ 2 BHK അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒരു ടെമ്പററി അപ്പാർട്ട്മെന്റ് ആണ് കുറച്ച് ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള വീട്ടിലേക്ക് മാറും, വീട് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്. അപ്പോൾ അത് ഇതിനുള്ളിലാണ്. ആമസോണിൻ്റെ ഡെലിവറി വാനൊക്കെ പോകുന്നു. അപ്പോൾ എന്തായാലും ഇത് കാണിച്ചു തരാം കേട്ടോ, അപ്പാർട്ട്മെൻറ്റ് കൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കയറി. നമുക്ക് അതിൻ്റെ ചാവിയും തന്നിട്ടുണ്ട്. എന്തോ ഒരു ലെറ്റർ കിടപ്പുണ്ട്. അതെ, ഇന്ത്യൻ ആൻഡ് ഫ്യൂഷൻ ക്വിസീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഹോട്ടലാണെന്ന് തോന്നുന്നു. വാല്യൂ മീലിന് 23 യൂറോ. നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതെ, നമ്മുടെ ഇന്ത്യൻ കാശിന് ഇവിടെ വാല്യൂ ഇല്ല. കാരണം ഇത് കണ്ടപ്പോൾ മനസ്സിലായി. ഒരു വാല്യൂ മീൽ എന്ന് പറഞ്ഞിട്ട് 26 യൂറോ പറഞ്ഞേക്കുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വരുന്ന നമ്മളെ പോലുള്ളവരാണെങ്കിൽ തെണ്ടിപ്പോവും. അപ്പൊ ഗ്രോസറി ഷോപ്പ് അന്വേഷിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ചിക്കൻ ടിക്കയൊക്കെ ഉണ്ടോ 699. ഫുൾ സെക്യൂരിറ്റി ഒക്കെയാണ്. ഇതാണ്. താങ്ക് യു. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മുമ്പ് കയറി ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ലീവിങ് ഏരിയ. ഇവിടെ ഒരു TV ഉണ്ട്, ഹീറ്റർ, ഇവിടെ ഒരു മിറർ. ഇവിടെ നിന്ന് നമുക്ക് റെഡിയാവേ, അല്ലെങ്കിൽ ചുമ്മാ മിററിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കാം. ഇവിടെ സോഫയുണ്ട്,
അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, അടിപൊളി ലൈറ്റ്. ഇവിടെ ആരോടെ ഫോട്ടോ ഉണ്ട്, എനിക്കൊന്നിത് ഇവിടുത്തെ ആരോ ആണ്, കറക്റ്റ് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഫസ്റ്റ് ഈ ബാൽക്കണി കിടിലമാണ്. ഇതിങ്ങനെ തുറക്കണം, ഇത് ഇങ്ങനെ തുറക്കണം, എന്നിട്ട് ഇത് തള്ളണമെന്ന് പറഞ്ഞു രണ്ടും കൂടെ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട റിവർ വ്യൂ കാണാം, അടിപൊളി. ഇവിടെ ഫുള്ള് കോർപ്പറേറ്റ് സിറ്റിയുടെ നടുക്കാണ് നമ്മൾ താമസിക്കുന്നത്. ആ സൈഡിൽ അവിടെ ഗൂഗിൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അടിപൊളി റിവർ വ്യൂ ആണ്. അതെ, ബ്രിഡ്ജ് അടിപൊളിയാണ്. ഉണ്ടോ? സൂപ്പർ അല്ലേ? ലോസ് ആഞ്ചലസിലും ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. സ്പെയിനിലുള്ള ആരോ ആണ് ഡിസൈൻ ചെയ്തത്, ആർക്കിടെക്ട്. അപ്പൊ നമുക്കിത് അടയ്ക്കാം. അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അടിപൊളി സംഭവം. ബെഡ്റൂം കാണിച്ചു തരാം. ആ, ഇത് കിച്ചൺ, ചെറിയ കിച്ചനാണ്. ഇവിടെയാണ് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു. ആ, ഫ്രിഡ്ജ് എല്ലാം അലമാരയിൽ കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ചെറിയൊരു ഫ്രിഡ്ജാണ്. താഴെ ഫ്രീസർ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് കമ്പാർട്ട്മെന്റ്. പ്ലേറ്റും ബൗളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫുള്ളി ഫേർണിഷ്ഡ് ആണ്. ഇത് ഒരു ഷാർപ്പിന്റെ മൈക്രോവേവ് ഉള്ളി. വൈൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് വാഷർ ആൻഡ് ഡ്രയർ ആണ്. കാരണം ഇവിടെ ഡ്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ തന്നെ ഡ്രൈ ചെയ്തെടുക്കും. ഇവിടെ സോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഡിഷ് വാഷർ ആണ്. അതെ, ഇവിടെ ഒരു ഡിഷ് വാഷർ ഉണ്ട്. പിന്നെ ഒരു ടോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം അറിയില്ല. ഇത് ടോസ്റ്റർ ഇലക്ട്രിക് കേറ്റില്. ഇവിടെ ഒരു OTG ഉണ്ട് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ട്. കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പാചകം ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ്. ഇനി നമുക്ക് ബെഡ്റൂം കാണാൻ പോകാം. ഇത് ഒരു ചുമ്മാ മുറി, തുറക്കാൻ പറ്റൂല. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആണ്. അതെ, അടിപൊളി. പക്ഷെ ബാത്റൂം ഇല്ല, കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള ഇതൊക്കെയാണ്. ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്. പിന്നെന്താ പറയാ, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ബെഡ്, അവിടെ കബോർഡും ഡ്രോവർ. ഇവിടെ നിന്ന് അടിപൊളി ലേക്ക് വ്യൂ ആണ്. പക്ഷെ ഇത്രയും നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഇത് തുറക്കാൻ പറ്റത്തില്ല, എന്തോ റെസ്ട്രിക്ഷൻ ആണെന്നാ പറഞ്ഞത്. നമുക്ക് ചെറിയ കാറ്റൊക്കെ കിട്ടും. അവിടെ ഒരു സ്റ്റോറേജ് സംഭവം വെച്ചിട്ടുണ്ട്, ഡ്രോവേഴ്സ് ഉള്ളത്. ഡ്രയറും അയൺ ബോക്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം. ഇത് നമുക്ക് ഷർട്ടൊക്കെ തൂക്കി ഇടാനുള്ള സംഭവം. ഇവിടെ ഒരു മിറർ ഉണ്ട്, അവിടെ ഒരു സ്റ്റോറേജ് ഇത് വെച്ചിട്ടുണ്ട്. ഇത് ബോയിലർ റൂം. ഇത് നമുക്ക് ആവശ്യമൊന്നും വരത്തില്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് വാഷ്റൂം. അടിപൊളി ബാത്റൂം ഉണ്ട്. ഓക്കെ, സംഭവം കൊള്ളാം, എല്ലാം വെച്ചിട്ടുണ്ട്. സോപ്പ് അങ്ങനത്തെ സംഭവം. ഇവിടെയും ഹീറ്ററും ഉണ്ട്. ഇതാണ് മറ്റൊരു റൂം. ഇവിടെ ഒരു അയണിങ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലോത്ത് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഹോട്ടൽ പോലെ തന്നെ. ഇവിടെ നമുക്ക് സിറ്റി വ്യൂ ആണ് കാണുന്നത്. പക്ഷെ ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. ഇവിടെ ഹീറ്റർ ഉണ്ട്, ഒരു ഫാനും വെച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു ബെഡ്റൂമാണ്, ഒരുപാട് വലുതൊന്നും അല്ല. അതെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട്. കൊള്ളാം, കുഞ്ഞല്ല, അത്യാവശ്യം വലിയ വീടാണല്ലേ. അത്യാവശ്യം വലിയ വീടാണ്, കൊള്ളാം. ഞങ്ങൾ ആക്ച്വലി ഇന്ന് വന്നതേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഖത്തർ എയർവേസ് ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കാറിൽ കയറി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിരുന്നു. അപ്പോൾ ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി നേരത്തെ അറേഞ്ച് ചെയ്തതാണ്, ഒരു ഏജൻസി വഴി അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതിന് ആക്ച്വലി 90 യൂറോ ആയി. ഡബ്ലിൻ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെൻറ്റ് വരെ
നോർമലി എനിക്കൊന്നൊരു 30-40 ഒക്കെ ആവും. ഒരു കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് തന്നത്. പിന്നെ വീട് ടെമ്പററി അക്കോമഡേഷൻ ആണ്. ഇതും എടുത്തത് ഒരു എന്താ പറയുക, ഒരു ഏജൻസി വഴിയാണ്. അപ്പോൾ ഇപ്പോൾ ഡബ്ലിനിലേക്ക് അല്ലെങ്കിൽ അയർലൻഡിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയായിരിക്കും, വായിച്ചിട്ടുണ്ടാകും അക്കോമഡേഷൻ ക്രൈസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഏജൻസി വഴി നമ്മൾ വീട് അങ്ങനെ സെറ്റ് ആക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു ടെമ്പററി അക്കോമഡേഷൻ. നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണ് ഡബ്ലിനിൽ. അപ്പം എങ്ങനെ ആയിരിക്കും ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് വലിയ കുഴപ്പമുണ്ടാവൂല. ക്ലൈമറ്റ് ഒന്നും വലിയ പ്രശ്നമില്ല ഇതുവരെ എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വിന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പം വലിയ പ്രശ്നം ഉണ്ടാവൂല എപ്പോഴൊന്നും. നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എന്തായാലും അപ്പാർട്ട്മെന്റ് നമ്മള് കണ്ടു. അപ്പാർട്ട്മെന്റ് നല്ല കിടിലൻ അപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഇതിപ്പോ ടെമ്പററി ആണ്. നമ്മളിനി പെർമനന്റ് നമ്മളിനി ചെക്ക് ചെയ്യും, പെർമനന്റ് ആയിട്ട് നോക്കും. അതെ, ഇപ്പൊ ഇവിടെ പെർമനന്റ് ആയിട്ട് അക്കോമഡേഷൻ നോക്കുന്നത് 2 സൈറ്റ് ആണ്. 2-3 സൈറ്റ് ഉണ്ട്. മെയിൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ആണ്. അതിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അക്കോമഡേഷൻ എടുക്കുന്നത് ഒരു ലെങ്തി പ്രോസസ് ആണ്. അതെ, ശരിക്കും ഡാഫ്റ്റ് മാത്രല്ല പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ അങ്ങനെ കുറെ സൈറ്റ് ഉണ്ട്. നമ്മളിനി അതൊക്കെ നോക്കി തുടങ്ങണം. അതെ, അപ്പൊ അക്കോമഡേഷൻ നോക്കുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്ന് എടുക്കാൻ പാടായിരിക്കും ഡാഫ്റ്റ് ഒക്കെ. കാരണം ഇവിടെ നമുക്കിപ്പോ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന് ഒരു ലെറ്റർ അയച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പോലെ ആ ഒരു ലാൻഡ് ലോഡിന് അയച്ചിട്ട് അവരത് നോക്കിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വ്യൂയിങ്ങിന് വിളിച്ചിട്ട് അത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് നമുക്ക് റെന്റൽ അഗ്രിമെന്റ് ഒക്കെ എടുക്കും. അപ്പൊ വ്യൂയിങ്ങിന് തന്നെ ഒരുപാട് പേര് വരും. കാരണം ഇവിടെ അക്കോമഡേഷൻ ക്രൈസിസ് ആണ്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു കോവിഡ് ടൈമിന് ശേഷവും പിന്നെ ഈ യുക്രൈൻ വാറിന് ആ ഇതിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അക്കോമഡേഷൻ ക്രൈസിസ് വന്നത്. അതുപോലെ റെന്റ് ഭയങ്കര ഹൈ ആണ്. ഞങ്ങൾ എടുത്ത 2 BHK എന്ന് പറയുന്നത് ഇവിടെ നോർമലി 2 BHK ഒരു 1800 തൊട്ട് 2500-3000 യൂറോ വരെ ഒരു മന്ത്ലി റെന്റ് വരും. 1 BHK ആണെങ്കിൽ ഒരു 1800 യൂറോ. പിന്നെ സ്റ്റുഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു 1000-1300. പിന്നെ സിംഗിൾ റൂം വരെ കിട്ടും. എനിക്ക് തോന്നുന്നൊരു 800, ഒരു 700-800 റേഞ്ചിലൊക്കെ സിംഗിൾ റൂമും കിട്ടും. പക്ഷെ കമ്പാരിറ്റീവ്ലി റെന്റ് നല്ല ഹൈ ആണ്. നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഏജൻസി വഴി ടെമ്പററി അക്കോമഡേഷൻ സെറ്റ് ആക്കിയിട്ട് വരിക. കാരണം പെർമനന്റ് അക്കോമഡേഷൻ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ആ ടൈമിൽ താമസിക്കാനുള്ള ഒരു ഇത് ഹോട്ടലിൽ നിൽക്കുന്ന എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ടെമ്പററി അക്കോമഡേഷൻ സെറ്റ് ആക്കിയിട്ട് വരിക. പിന്നെ ടാക്സി ആണെങ്കിൽ ഫ്രീ നൗ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഓരോ ഏരിയാസ് ഡിവൈഡഡ് ആണ്. ഡബ്ലിൻ 18, ഡബ്ലിൻ 2 അങ്ങനെ പോസ്റ്റൽ കോഡ്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ 2 ഡിഫറെന്റ് ഏരിയ. അപ്പൊ നിങ്ങളിപ്പോ സൗത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സൗത്തിലുള്ള റീജിയൻസിൽ സെലക്ട് ചെയ്യാൻ നോക്കുക, നോർത്തിലോട്ട് പോവാതിരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അക്കോമഡേഷൻ സെറ്റ് ചെയ്യുന്നവര്. ഞങ്ങളുടെ ടെമ്പററി അക്കോമഡേഷൻ ഡബ്ലിൻ 2-ലാണ്. അതായത് ഇത് ഏതാണ്ട് സിറ്റി സെന്ററിന്റെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഓഫീസും കാണാം. EYയും PwCയും സെയിൽസ് ഫോഴ്സ്, ഗൂഗിള്, ആമസോൺ എല്ലാം ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഡബ്ലിൻ 1 അല്ലെങ്കിൽ 2-ലായിരിക്കും. ഇപ്പൊ IT പ്രൊഫഷണൽസ് ആണെങ്കിൽ. അല്ലാതെ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ വരുന്നവരാണെങ്കിൽ അങ്ങനെ പല സ്ഥലത്തോട്ടായിട്ട് മാറി നിൽക്കാം. അതെ, വേറെ കൗണ്ടിയിലൊക്കെ നിൽക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ട്രാവൽ വീഡിയോ അതിൻ്റെ കുറേ ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മലെ കട്ട എക്സൈറ്റഡ് ആണ്. ഈ അമ്മലെ കൊണ്ട് നമുക്ക് പാചകം ചെയ്യിപ്പിക്കണം. ഇനി ഒന്നിവിടെ ഇറങ്ങി തപ്പണം. ഗ്രോസറി സ്റ്റോറും അങ്ങനത്തെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടോ. ഇപ്പൊ ജസ്റ്റ് എല്ലാവരെയും വീട് കാണിക്കാന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ കാണിച്ചു, അല്ലെങ്കിൽ ഇനി അലങ്കോലമായി കഴിഞ്ഞാൽ പിന്നെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഇതാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ. ഇനിയിപ്പോ കൂടുതൽ സംസാരിച്ച് ഓവറാക്കുന്നില്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ എക്സൈറ്റഡ് ആണ് ഈ പുതിയ സ്റ്റേക്ക്. പിന്നെ നമ്മൾ ഇനിയിപ്പോ നമ്മളെ ഇറങ്ങി നോക്കും അടുത്ത് എന്തൊക്കെയാ കട, എന്തൊക്കെ കിട്ടും, എക്സ്പ്ലോർ ചെയ്യണം കുറച്ച്. മറ്റന്നാളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കൈ വെക്കും. അപ്പൊ അതൊക്കെ വീഡിയോസിൽ കാണിച്ചു തരാം. അയർലൻഡിലെ എക്സ്പ്ലോറേഷനും അയർലൻഡിലെ ഞങ്ങളുടെ ജീവിതവും. ഇവിടെ കുറെ സൈക്കിളേഴ്സ് ഉണ്ട്. അതെ, ഇവിടെ സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണത്. നമുക്ക് അപ്പുറത്തൂടെ ആളുള്ള സൈക്കിൾ വെട്ടി പോകുന്നതാണ് കണ്ടില്ലേ. സൈക്കിൾ സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് കോയിൻ ഇട്ട് സൈക്കിൾ എടുത്തിട്ട് പോവാം. സൈക്കിൾ
ട്രാം, ബസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ ഇത്. ട്രെയിനിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. ട്രെയിൻസ് കുറവാണെന്ന് പറഞ്ഞു. ലണ്ടൻ പോലെ അത്രയ്ക്ക് അങ്ങനെ ട്യൂബ് പോലത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞു. അതെ അതെ, വളരെ കുഞ്ഞു സിറ്റിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിട്ട് പോവുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം വിശാഖ.